ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും കല്യാണം കഴിഞ്ഞ രാത്രി ശ്രുതിയെ പുറത്താക്കിയിട്ട് അശ്വിൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണേ. പിറ്റേന്ന് രാവിലെ നമ്മുടെ അഞ്ജലി വന്നിട്ട് അശ്വിൻ്റെ റൂമിൻ്റെ കതകിലിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാ എന്ന് വിളിച്ചിട്ട് പെട്ടെന്നായിരിക്കും നമ്മുടെ അശ്വിൻ ഉണരുന്നത്. അയ്യോ ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞ് ശ്രുതി പുറത്താണല്ലോ കിടക്കുന്നത്. ചേച്ചി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പോയിട്ട് ബാൽക്കണിയുടെ ഡോറ് തുറന്ന് നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ശ്രുതിയാണെങ്കിൽ അവിടെ മൂടി പൊതിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ കാൽഭാഗത്ത് പോയിട്ട് ശ്രുതി പെട്ടെന്നൊന്ന് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞിട്ട് ആ പുതപ്പ് പൊന്തിക്കുമ്പോൾ ശ്രുതിയുടെ കാൽഭാഗമായിരിക്കും കേട്ടോ കാണുക. പിന്നീട് അപ്പുറത്ത് പോയിട്ട് വിളിക്കുകയാണ്, ശ്രുതി എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് തട്ടുമ്പോൾ ശ്രുതി എഴുന്നേൽക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നീടുള്ള അശ്വിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകലാണല്ലോ. അപ്പം അത് തന്നെ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയെയും പൊക്കിക്കൊണ്ട് അശ്വിൻ റൂമിലേക്ക് പോവാണ്. അപ്പോഴും നമ്മുടെ അഞ്ജലി വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്നാവും ശ്രുതി കണ്ണ് തുറക്കുന്നത്. അപ്പോൾ അശ്വിനായിരിക്കും കാണുന്നത്. അയ്യോ എന്ന് പറയണേ. അപ്പം നമ്മുടെ അശ്വിനും പേടിച്ചു പോവാണ്. മിണ്ടാതിരിക്കെ ചേച്ചി അപ്പുറത്തുണ്ട്. ചേച്ചി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ചേച്ചിയോട് പറയരുത് കേട്ടോ, മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അറിയട്ടെ, എല്ലാം അറിയട്ടെ. ഇവിടെ നടന്നതൊക്കെ അഞ്ജലി മേഡം അറിഞ്ഞാൽ എന്താ കുഴപ്പം? അപ്പോഴും നമ്മുടെ അശ്വിൻ മിണ്ടിപ്പോരുത്, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ച് മുഖം അടുത്തേക്ക് വെക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എടുത്തോണ്ട് നിൽക്കല്ലേ. പെട്ടെന്ന് അഞ്ജലി വീണ്ടും കുഞ്ഞാ എന്ന് വിളിക്കലും നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ നിന്ന് ശ്രുതി ആ ബെഡിലേക്ക് വീഴാണേ. എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ വാ പൊത്തി പിടിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ പുറത്ത് നിന്ന് ചിരിക്കാട്ടോ. ശ്രുതിയാണെങ്കിൽ വായ പൊത്തി പിടിച്ചുകൊണ്ട് അശ്വിൻ്റെ കൈക്ക് ഒരു കടി കൊടുക്കുകയാണ്. അപ്പോഴാണ് പിടി വിടുന്നത്. അതിനുശേഷം അഞ്ജലിക്ക് വാതിൽ തുറന്നുകൊടുക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ അശ്വിന് പെട്ടെന്നൊരു ഓർമ്മ വരുന്നത്. ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട്. ശ്രുതിയുടെ മുടിയാണെങ്കിൽ ഇങ്ങനെ കലപില ആക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജലി വരുമ്പോൾ ശ്രുതി ബെഡിൽ നിന്ന് എണീക്കുന്നതാട്ടോ കാണുന്നത്. അങ്ങനെ അഞ്ജലി നമ്മുടെ ശ്രുതിക്ക് സാരി കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണേ. ശ്രുതി, നീ പെട്ടെന്ന് കുളിച്ച് മാറ്റി വാ, താഴെ പൂജ നടക്കാൻ പോവാ, പെട്ടെന്ന് വരണേന്ന് പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോകുന്നുണ്ട്. അശ്വനാണെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കാം. എന്താ നീ പറഞ്ഞു കേട്ടില്ലേ? കേട്ടു എന്ന് പറഞ്ഞിട്ട് ശ്രുതി കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ അവിടെ കാണുന്ന ആ ടവലെടുത്തിട്ട് അശ്വൻ്റെ മുഖത്തേക്ക് ഒരൊറ്റ ഏറാണ്. എന്താ ഇത്? എനിക്ക് വേറെ ടവൽ വേണം. നമ്മുടെ അശ്വനാണെങ്കിൽ ആ ടവല് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ ഒറ്റ പോക്കാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ പ്രീതി അടുക്കളയിൽ നല്ല ജോലിയിലാണ്. ഒരു കുപ്പി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ മനോരമ സ്റ്റോപ്പ്, എന്താ നീ ചെയ്യുന്നത്? അത് പിന്നെ വെളിച്ചെണ്ണ കുപ്പിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ? യു മീൻ കോക്കനട്ട് ഓയിൽ? ഇവിടെ ആരും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറില്ല, ഓൺലി ഗീ ഓയിൽ. അതെന്താ? ഇതേ നിങ്ങളെ വീട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഗീ ഓയിൽ എന്ന് പറഞ്ഞാൽ നെയ്യ്, അതിന് ഗീ എന്ന് പറഞ്ഞാൽ പോരെ? നീ എന്നെ ടീച്ച് ചെയ്യാ? നീ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാണോടി? നോ, വേണമെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് നീ ഫോളോ ചെയ്തോ എന്ന് പറയാട്ടോ മനോരമ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രീതി അങ്ങ് ചിരിക്കുക. വൈ യു ലോഫിങ്? ഞാൻ പറഞ്ഞത് തമാശയായിട്ട് നിനക്ക് തോന്നിയോ? നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി ഒന്നും മിണ്ടാതെ പണി വീണ്ടും ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പോഴാണ് നമ്മുടെ അഞ്ജലി ശ്രുതിയും കൊണ്ടുവരുന്നത്. ഓ മൈ ഗോഡ്, വാട്ട് എ പിറ്റി. എന്താ അഞ്ജലി ബേബി നീ ഈ കാണിച്ചത്? എന്തിനാ ഇവിടെ കൊണ്ടിങ്ങ് വന്നത്? അത് പിന്നെ ആൻറ്റി, ഇവിടെ ജോലിയുണ്ടല്ലോ. വീട്ടിൽ കയറുന്നതൊക്കെ മുറ പോലെ നടത്തിയെങ്കിലും ഇവളെ ആരും ഇവിടുത്തെ മെമ്പറായിട്ട് കൂട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാ ഇവൾ അടുക്കളയിൽ ജോലി ചെയ്യും? ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, അയ്യോ ആൻറ്റി, കുഞ്ഞൻ്റെ ഭാര്യ എന്ന നിലയിലെങ്കിലും. വാട്ട് കുഞ്ഞൻ? വിച്ച് ഭാര്യ? ഇവർ നേരം വണ്ണം കല്യാണം കഴിച്ചതെന്ന് പോലും എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? ഒരു താലി വാങ്ങിച്ച് പറ്റിക്കാനൊക്കെ ആർക്കും പറ്റും. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരിക. എന്താ മനോരമ, എന്താ പ്രശ്നം? ലുക്ക് മദർ, അഞ്ജലി ബേബി ഈ പെണ്ണിനെയും വിളിച്ചോണ്ട് കിച്ചണിലേക്ക് വന്നേക്കാം. അതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? കുഞ്ഞിനിവിടെ നേരം വണ്ണം കല്യാണം കഴിച്ചിട്ടുണ്ടോയെന്ന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ അമ്മയ്ക്ക്? പിന്നെ എങ്ങനെ ഇവളെ മരുമകളായിട്ട് സ്വീകരിക്കും എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കുഞ്ഞൻ പറയുന്നത് ഇവൾ അവൻ്റെ ഭാര്യയാണെന്നല്ലേ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഗൃഹപ്രവേശമൊക്കെ നടത്തിയത്. അതുകൊണ്ട് ഈ വീട്ടിലെ അടുക്കള ഇവൾക്കും കൂടി അവകാശപ്പെട്ടതാ എന്ന് മുത്തശ്ശി പറയുമ്പോൾ, ഇതെന്ത് ടോക്കാ അമ്മ ഈ പറയുന്നേ? ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ്. നിനക്ക് മനസ്സിലായാലോ ഇല്ലെങ്കിലും ഇന്നു മുതൽ ഈ വീട്ടിലെ അടുക്കള ഇവൾക്കും കൂടി അവകാശപ്പെട്ടതാ എന്ന് പറയട്ടെ മുത്തശ്ശി. അപ്പോൾ മനോരമ കൈകൊണ്ട് കാണിച്ചിട്ട്, ദിസ് ഇസ് റോങ് മദർ. ഒരു തീരുമാനം എടുത്താൽ എടുത്തോടത്ത് നിൽക്കണം, അല്ലാതെ ഒന്ന് ഇപ്പോൾ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞും വേറൊന്ന് പറഞ്ഞ് അങ്ങനെയല്ല. അതിനൊന്നും ഈ മനോരമേനെ കിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇതെൻ്റെ തീരുമാനം, നിനക്ക് വേണമെങ്കിൽ അനുസരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ശ്രുതിക്കൊരു ആശ്വാസം കേട്ടോ മുത്തശ്ശി പറയുന്നത്.
എന്നിട്ട് മുത്തശ്ശി ശ്രുതിയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ അടുക്കള നിനക്കും കൂടി അവകാശപ്പെട്ടതാന്നേ അതിനർത്ഥമുള്ളൂ, അല്ലാതെ ഞങ്ങളെല്ലാവരും പൂർണ്ണ മനസ്സോടെ നിന്നെ അംഗീകരിച്ചു എന്ന് അർത്ഥമില്ല എന്ന് പറയുമ്പോൾ ശ്രുതിക്കാകെ സങ്കടമാവാട്ടോ. ഇങ്ങനെ ഒരു ഔദാര്യം കാണിച്ചത് പോലും നിനക്ക് വേണ്ടിയല്ല, എൻ്റെ അഞ്ജലി മോളുടെ സന്തോഷത്തിന് വേണ്ടിയാന്ന് പറയുമ്പോൾ അഞ്ജലിയെ നോക്കുക കേട്ടോ നമ്മുടെ ശ്രുതി. എന്നിട്ട് മുത്തശ്ശി അഞ്ജലി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനോരമ വന്നിട്ട് പറയുന്നുണ്ട്, യു റിമെമ്പർ, അവരൊക്കെ നിന്നോട് സിമ്പതി കാണിച്ചെന്ന് വരും, പക്ഷെ ഞാനുണ്ടല്ലോ നിന്നോട് ഒരു സിമ്പതിയും കാണിക്കില്ല, നീ ചെവിയിൽ നുള്ളിക്കോന്ന് പറയുമ്പോൾ പ്രീതിക്കാകെ സങ്കടമാവാണ് കേട്ടോ. അപ്പോൾ പ്രീതി ഒന്നും ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് വൈ യു സ്റ്റാൻഡിങ്, പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും സമയത്ത് തന്നെ വിളമ്പണം എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രീതി പെട്ടെന്ന് തന്നെ കുക്കറൊക്കെ അടുപ്പത്ത് വെക്കുകയാണേ. ആ സമയം ശ്രുതി പ്രീതിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. പ്രീതി മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, എന്താ ചേച്ചി ഇങ്ങനെ, എന്നോട് ഇത്തിരിയെങ്കിലും ദയ കാണിച്ചൂടെ, നീ ഇപ്പോൾ പറഞ്ഞില്ലേ, അതുപോലെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് ഇത്തിരിയെങ്കിലും എന്നോട് ദയ കാണിച്ചൂടെ, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നീ എന്തിനിങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് എന്നോടെങ്കിലും പറ എന്ന് പറയാട്ടോ പ്രീതി. അത് പറയാത്തിടത്തോളം കാലം എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. എൻ്റെ അനിയത്തിക്കുട്ടിക്ക് ഇത്രയും വലിയ ഒരു കഠിന ഹൃദയമാണെന്ന് ഞാനും അച്ഛയും അമ്മയും ഒന്നും അറിഞ്ഞിരുന്നില്ല. നീ പറയാത്തിടത്തോളം കാലം ഞങ്ങളുടെയൊക്കെ വേദന ശ്രുതി അറിയുന്നതിനും ഒരുപാട് ദൂരെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ പ്രീതി. ആ അകലം കുറയാൻ വേണ്ടിയിട്ട് നീ ഈ കാണിച്ചതിൻ്റെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാണ്ട് ശ്രുതിയോട്. അങ്ങനെ ശ്രുതി കൈ വയ്ക്കുമ്പോൾ കൈ കുക്കറിൽ തട്ടി പൊള്ളുന്നുണ്ട്. ആ അമ്മേ കൃഷ്ണ എന്നൊക്കെ പറയുമ്പോഴും പ്രീതി ശ്രുതി എന്ന് വിളിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കണേ. അമ്മേ കൃഷ്ണ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതി അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് വാതിലിൻ്റെ അവിടെ ചെന്നിട്ട് പ്രീതി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ കരയുന്നത് കണ്ടിട്ട് പ്രീതിയും കരഞ്ഞു പോവാട്ടോ. പിന്നീട് നമ്മുടെ പ്രീതി ഓരോരോ സാധനങ്ങളായിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന നേരത്ത് ശ്രുതിയും ഓരോന്ന് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ആ സമയത്ത് പ്രമീളയാണെങ്കിൽ പ്രീതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഇതാദ്യം നോക്കുന്നത് ശ്രുതിയാണ്. ആ അമ്മയാ എന്ന് പറയുമ്പോഴേക്കും പ്രീതി അത് വാങ്ങിയിട്ട് പെട്ടെന്ന് അമ്മേനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ പ്രീതി ഫോൺ വാങ്ങിയിട്ട് സംസാരിക്കുകയാണേ. ആ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മയെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു ഞാൻ. എന്നിട്ടിപ്പോൾ ഞാനല്ലേ നിന്നെ വിളിച്ചത്. നിനക്കവിടെ സുഖമാണോ മോളെ? ആ അമ്മേ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ പ്രമീള, ആ മോളെ എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രമീളയ്ക്ക് അത് ശ്രുതി ആണല്ലോ എന്നുള്ള ആ തോന്നൽ വരികയാണേ. അമ്മേ എന്താ എന്നോടൊന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രമീള ഫോൺ കട്ട് ചെയ്ത് പ്രമീളയും കരയാണ്, ശ്രുതിയും കരയാണ് കേട്ടോ. അങ്ങനെ ശ്രുതി കരയുന്നത് കണ്ടിട്ട് നമ്മുടെ പ്രീതി ശ്രുതി കരയല്ലേ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കൂടി. എങ്കിലും ചേച്ചി ഇന്നലെ എന്നോട് മിണ്ടാതിരുന്നില്ലേ, നീ കരയല്ലടാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അശ്വൻ സ്റ്റെയറിന്ന് താഴത്തോട്ട് ഇറങ്ങി വരികയാണേ. അപ്പം ഇത് കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ മനോരമ വന്നിട്ട് വന്ന ഉടനെ ചേച്ചി അനിയത്തിയും കൂടെ ഡ്രാമ തുടങ്ങിയല്ലോ, നിനക്കെന്താടി ഇവിടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് ഉന്താണ്. എന്നിട്ട് പ്രീതിയോട് പറയുന്നുണ്ട്, നിങ്ങൾ അനിയത്തി ചേച്ചിയൊക്കെ ആയിരിക്കാം, പക്ഷെ ഇവളിവിടത്തെ ആരുമല്ല, മനസ്സിലായോ? ചേച്ചിയും അനിയത്തിയൊക്കെ അങ്ങ് വീട്ടിൽ, ഇവിടെ ആവുമ്പോൾ ഇത് നിങ്ങളുടെ ഹസ്ബൻഡുമാരുടെ വീടാണ്. അപ്പോൾ ഇവിടുത്തെ ചിട്ടകൾക്കനുസരിച്ചായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി തല ഇങ്ങനെ ആട്ടിയിട്ട് കരയാണേ. അയ്യോ കണ്ണിലെ ടാപ്പ് അങ്ങ് തുറന്നു വിട്ടല്ലോ, നിന്റെ കരച്ചിൽ കണ്ടാ തോന്നല്ലോ നിന്നെ ആരാണ്ട് തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച് കൊണ്ടുവന്നാന്ന്. ചേച്ചിയെ പോലെ കണ്ണും കലാശും കാണിച്ച് ഈ കുടുംബത്തിലെ തന്നെ മറ്റൊരുത്തനെ നീ വളച്ചെടുത്തല്ലോ. അവൻ പിന്നെ ആരെയും അനുസരിക്കാതെ വകതിരിവില്ലാത്തവനായതുകൊണ്ട് ചാടി അങ്ങ് നിന്നെ മാരി ചെയ്തു എന്ന് വെച്ചാൽ ആ അധികാരം ഇവിടെ ഉപയോഗിക്കാൻ നോക്കിയാലേ ദാറ്റ് ഈസ് നോട്ട് വാക്കിംഗ്. എന്നിട്ട് പ്രീതിയോട് പറയുന്നുണ്ട്, നീ എന്ത് കാഴ്ച കാണാൻ നിൽക്കുക, ബാക്കിയുള്ള കറികളെവിടെ, ഗോ 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 ബ്രിങ് ദാറ്റ് ഡിഷസ് എന്ന് പറയുമ്പോഴൊക്കെ നമ്മുടെ അശ്വിൻ അവിടുന്ന് നോക്കി നിൽക്കുക കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, യു കം വിത്ത് മീ എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ തന്നെ നിൽക്കുക കേട്ടോ. മനസ്സിലായില്ലേ, യു കം വിത്ത് മീ. ഞാൻ കമോൺ എന്ന് പറയുമ്പോൾ ഉടനെ കമ്മിക്കോളണം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും വിളിച്ചുകൊണ്ട് പോവാട്ടോ മനോരമ. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണീരും കലാശമൊക്കെ അത് നിന്റെ വീട്ടിൽ, ഞങ്ങളിവിടെ വേലക്കാരിയുടെ സ്ഥാനം പോലും നിനക്ക് തരില്ല. പിന്നെ കുക്കിംഗ് ക്ലീനിങ് അതെൻ്റെ മരുമോളുടെ ജോലിയാ. ആചാരപ്രകാരം എൻ്റെ മകൻ കല്യാണം കഴിച്ചു പോയില്ലേ, അതുകൊണ്ട് ഷീസ് അവർ ഡോട്ടർ ഇൻ ലോ. ഇവിടെ ഉള്ളവർക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ നിന്റെ ചേച്ചി കുക്കിക്കോളും. കുക്ക് ചെയ്യാനുള്ള പേരിലോ മറ്റോ നിന്നെ ആ അടുക്കള ഭാഗത്ത് കണ്ടാൽ ബാക്കിയുള്ളവർ കഴിക്കണ സമയത്ത് അവിടെ കോലം നാട്ടിയ പോലെ നിൽക്കാനും വരണ്ട, അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങ് പോകുന്ന നേരത്ത് ശ്രുതി അവിടെ നിന്ന് കരയുന്ന ഒരു ഭാഗമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്